ഹായ്, എൻ്റെ പേര് ദീപക് റോയ്. ഞങ്ങൾ ഓപ്പൺ വയർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഫൗണ്ടേഴ്സാണ്. ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2016 ഫ്ലോറിഡയിൽ വെച്ചാണ്. എൻ്റെ കൂടെ ഞാൻ കോളേജിൽ പഠിച്ചത് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണിത്. നമ്മളപ്പോൾ ആദ്യം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഓപ്പൺ വയറിൻ്റെ ഡെക് നിയോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അത് ഒരു മിനി കമ്പ്യൂട്ടർ, ഒരു തിൻ ക്ലയൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. ബാക്കി ഇൻഡസ്ട്രിയിലുള്ള മിനി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ തിൻ ക്ലയൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഡെക് നിയോ. ബാക്കി പ്രൊഡക്ട്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് പെർഫോമൻസ് ഭയങ്കര കുറവാണ്. ഒട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഡെക് നിയോ പക്ഷേ ഞങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് US, UAE, ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു തിൻ ക്ലൈൻറ്റ് ഡിവൈസാണ്. അപ്പോൾ ഡെക് നിയോ വർക്ക് ചെയ്യുന്നത് വേറൊരു ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ നമ്മളൊരു റെഗുലർ സിനാരിയോ ഇല്ല. ഇപ്പോൾ ഒരു 50 യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു 10 യൂസേഴ്സ് വരുന്ന ഒരു സിനാരിയോയിൽ 10 യൂസേഴ്സിനും സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സാണ് സാധാരണ വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഡെക് നിയോ വെച്ചുള്ള ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ 10 യൂസേഴ്സിനുള്ള കമ്പ്യൂട്ടർ റിസോഴ്സ് എല്ലാം കൂടെ നമ്മൾ ഒരു ഒറ്റ സ്ഥലത്ത് സെൻട്രലൈസ് ചെയ്ത് വെക്കും ഒരു സെർവറിൽ. എന്നിട്ട് ഓരോ യൂസറിനും 10 യൂസേഴ്സിൻ്റെയും മുമ്പിൽ നമ്മൾ ഓരോ ഡെക് നിയോ ആണ് കമ്പ്യൂട്ടറിന് പകരം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ 10 യൂസേഴ്സിന് സാധാരണ നമ്മൾ രീതിയിൽ വെച്ച് കൊടുക്കുന്ന 10 കമ്പ്യൂട്ടേഴ്സിൻ്റെ ടോട്ടൽ പവർ നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് സെൻട്രലൈസ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു യൂസർ അഥവാ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു 5 യൂസർ ഈ 10 യൂസേഴ്സിൽ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബാക്കി 5 യൂസേഴ്സിന് യൂസ് ചെയ്യാത്ത 5 യൂസേഴ്സിൻ്റെ പവർ കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എഫക്റ്റീവ്ലി നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് ഒരു ഹ്യൂജ് ഇൻക്രീസ് ആണ് ഓരോ യൂസേഴ്സിനും എഫക്റ്റീവ്ലി അവരുടെ വർക്ക് ഫ്ലോയിൽ വരുന്നത്. നമുക്ക് ഡെക് നിയോ വെച്ച് 2 ചോയ്സ് ഉണ്ട്. 2 ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 2 ടൈപ്പ് കസ്റ്റമേഴ്സാണ് നമ്മളുടെ ഇതിലൊരു വലിയ ഇൻട്രസ്റ്റും കാണിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഒരു ഹ്യൂജ് പെർഫോമൻസ് ഇൻക്രീസ് നോക്കുന്ന ക്ലയൻറ്റൽ, അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സ്, 3D മോഡലിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഉള്ള ഇൻഡസ്ട്രീസിലുള്ള ക്ലയൻറ്റ്സ്. അവരെ സംബന്ധിച്ച് ഒരു റെൻഡർ എല്ലാം ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുക, അങ്ങനെയെല്ലാം വരുമ്പോൾ ഭയങ്കരമായ ഒരു ഹ്യൂജ് ആയിട്ടുള്ള റിസോഴ്സ് റിക്വയർമെൻറ്റ് അവർക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡെക് നിയോ വെച്ചുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്താൽ അവരുടെ വർക്ക് ഫ്ലോ നല്ല ഹ്യൂജ് ആയിട്ട് ഇംപ്രൂവ് ആവും. നമ്മുടെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടർ റിക്വയർമെൻറ്റ് വരുന്ന സിനാരിയോസ്, അതായത് കോൾ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബ്സ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരു ഭയങ്കര ഓവർ ഹെഡാണ് ഇത്രയും കമ്പ്യൂട്ടേഴ്സ് വെക്കുക, പർച്ചേസ് ചെയ്യുന്നത്. ഒരു 400 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 300 കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്യണം. ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ആ കമ്പ്യൂട്ടേഴ്സിനെല്ലാം പവർ ബാക്കപ്പ് കൊടുക്കണം. അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോൾ അവിടെ ഈ ഡെക് നിയോ എന്ന പ്രൊഡക്റ്റ് അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പ്രൈസ് കുറവാണ്. ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡെക് നിയോ സിസ്റ്റം വെക്കുമ്പോൾ 50 to 60% പ്രൈസ് റിഡക്ഷൻ വരും. രണ്ടാമത് പവർ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി റിക്വയർമെൻറ്റ് വളരെ വളരെ കുറവാണ്. നമ്മുടെ ഓരോ ഡെക് നിയോ ഡിവൈസസും അറൗണ്ട് 10 watts ആണ് പീക്ക് യൂസേജ് വരുന്നത്. അത് ഒരു സാധാരണ കമ്പ്യൂട്ടർ വെച്ച് നോക്കുമ്പോൾ പീക്ക് യൂസേജ് മോർ ദാൻ 120 watts മിനിമം ആ ഒരു റേഞ്ചിലാണ് എല്ലാ സാധാരണ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സും പവർ ഡ്രോ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു മാനേജിങ് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ
അപ്പോൾ നമുക്ക് ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്. അതിനകത്ത് കുറേ കോമ്പണൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ഫെയിലാവും. അപ്പോൾ ഫെയിലായാൽ അത് എന്താണ് ഫെയിലായെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ ഒരു ഡയഗ്നോസിസ് വേണ്ടി വരും. എന്താണ് അതിനകത്ത് റാമിനാണോ പ്രോബ്ലം, SSD-ക്കാണോ പ്രോബ്ലം, മദർ ബോർഡിനാണോ പ്രോബ്ലം, അതിന് തന്നെ അപ്പോൾ ഒരു ഡൗൺ ടൈം വരികയാണ് ഇങ്ങനെയുള്ള യൂസേഴ്സിന്. അപ്പോൾ അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെക് നിയോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ ഒരിക്കലും വരത്തില്ല. കാരണം അത് 2 ബൂട്ട് പാർട്ടീഷൻ ഉണ്ടായിരിക്കും. ഒരു OS-ന്റെ പാർട്ടീഷൻ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് ഫെയിലിയർ വന്നാൽ അത് നേരെ രണ്ടാമത്തെ ബൂട്ട് പാർട്ടീഷനിൽ തന്നെ ബൂട്ടാവും. എന്നിട്ട് ആ സെക്കൻഡ് ബൂട്ട് പാർട്ടീഷൻ വെച്ച് ആ പ്രോബ്ലം ഉള്ള ഫസ്റ്റ് ബൂട്ട് പാർട്ടീഷൻ തന്നെ കോപ്പി ചെയ്ത് ഫിക്സ് ആവും. അങ്ങനെ ഒരു സെൽഫ് ഹീലിംഗ് ഫീച്ചേഴ്സൊക്കെ ഈ ഡെക് നിയോയിൽ ഓൾറെഡി ഉണ്ട്. ഡെക് നിയോ എന്ന് പറയുന്നത് ഒരു എംബഡഡ് സിസ്റ്റമാണ്. അതായത് പ്രോസസ്സർ, റാം, ഓൺബോർഡ് സ്റ്റോറേജ് എല്ലാം ഒരൊറ്റ മോഡ്യൂളിൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒറ്റ ഇതായിട്ട് ബിൽഡ് ചെയ്ത് അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ കേർണൽ അപ്വേർഡ്സ് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്, കേർണലും OS-ഉം എല്ലാം. അപ്പോൾ ഒരു സിനർജി ഉണ്ട് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ. അത് കാരണം അതൊരു കൂടുതൽ ആ ഹാർഡ്വെയറിൽ നിന്ന് നമുക്ക് മാക്സിമം പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാനാണ്. ഇത്രയും സിസ്റ്റം, അതിപ്പോൾ പറഞ്ഞ പോലെ ഒരു 100 സിസ്റ്റം അല്ലെങ്കിൽ ഒരു 300 സിസ്റ്റം ഒക്കെ ഉള്ള ഒരു സിനാറിയോ, അങ്ങനെ വരുമ്പോൾ ഇത്രയും കമ്പ്യൂട്ടേഴ്സ് മാനേജ് ചെയ്യാൻ, അതായത് ആ യൂസേഴ്സിനെയും മാനേജ് ചെയ്യാൻ, എന്തൊക്കെ അവർക്ക് അതിൽ ആക്സസ് കൊടുക്കണം, എത്ര ടൈം അത് അവർക്ക് യൂസ് ചെയ്യാം, എത്ര അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്യണമെങ്കിലും, അതായത് ഈ ആപ്സ് അവർക്ക് ആക്സസ് കൊടുക്കണ്ട, അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് വരുമ്പോൾ അതും ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മൾ ഡെക് നിയോ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിപ്ലോയ് ചെയ്ത ഒരു സിനാരിയോ ആണെങ്കിൽ നമ്മുടെ ഓപ്പൺ വയറിൻ്റെ തന്നെ ഡെക് നിയോന് കമ്പാനിയൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യും, വേപ്പർ മാനേജർ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വേപ്പർ മാനേജർ ത്രൂ നമുക്ക് ആ ഡിവൈസിൻ്റെ ഫുൾ കൺട്രോൾ ഉണ്ട്. ആ ഡിവൈസ് നമുക്ക് അപ്ഡേറ്റ്സ് കൊടുക്കണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ ത്രൂ എല്ലാം ചെയ്യാം. ആ ഡിവൈസ് ഓൺ ആക്കണേലോ ഓഫ് ആക്കണേലോ ആ ഡിവൈസിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിൽ പോലും നമുക്ക് റിമോട്ടായിട്ടുള്ള ഒരു സെർവറിൽ നിന്ന് മാത്രം ചേഞ്ച് ചെയ്ത എല്ലായിടത്തും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. പിന്നെ ആ ഓരോ യൂസേഴ്സിനെ നമുക്ക്, ചില യൂസേഴ്സിന് നമുക്ക് കുറച്ച് എലവേറ്റഡ് ആക്സസ് കൊടുക്കേണ്ടി വരും, ചില യൂസേഴ്സിന് നമുക്ക് അധികം ആക്സസ് കൊടുക്കണ്ട. ഇതെല്ലാം ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഫുൾ കൺട്രോൾ IT അഡ്മിൻ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഡെക് നിയോ വെച്ചിട്ട്. അതായത് ഒന്നെങ്കിൽ ഒരു സെർവറിൽ തന്നെ നമുക്ക് കൂടുതൽ ഡിവൈസസ് തൽക്കാലം ആഡ് ചെയ്യണേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് കൂടുതൽ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ക്ലയൻസിൻ്റെയും ഒരു കൺസേൺ ആയ ഒരു മെയിൻ കാര്യമാണ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിയിലും നമ്മൾ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് അഹെഡാണ്. നമ്മൾ ഈ സെർവർ ക്ലയൻറ്റ് സിസ്റ്റം ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എല്ലാം യൂസേഴ്സിൻ്റെയും ഡാറ്റ എല്ലാം നമ്മൾ ഒരു സെർവറിൽ തന്നെ സെൻട്രലൈസ് ചെയ്തായിരിക്കും വെക്കുന്നത്. അപ്പോൾ ആ ഡേറ്റയുടെ ആക്സസ് ഈ അഡ്മിന് അല്ലെങ്കിൽ ആ ഓണറിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഡിവൈസിലും നമ്മൾ സെപ്പറേറ്റ് ലോക്കലായിട്ട് ഈ ഇങ്ങനത്തെ സെൻസിറ്റീവ് ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യത്തില്ല. അപ്പോൾ ഓരോ യൂസേഴ്സിനും ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കാം. ആ ഡാറ്റ കോപ്പി ചെയ്യാൻ പറ്റുമോ, അല്ല പറ്റാതെ ഇരിക്കാൻ ബ്ലോക്ക് ചെയ്യണോ, എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് ഗ്രാനുലറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെർവറിലും ഈ ഡാറ്റ എല്ലാം നമ്മൾ റെയ്ഡ് വെച്ച് ബാക്ക്ഡപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ഡ്രൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ മാൽഫങ്ഷൻ വന്നാൽ പോലും ഡാറ്റ ലോസ് ഒരിക്കലും വരത്തില്ല. അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഈ ഇതെല്ലാം ഈ ഡേറ്റ കമ്പ്യൂട്ടർ എല്ലാം സെൻട്രലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഒരു ആക്സസ് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഒറ്റ സെർവർ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് സെർവേഴ്സ് മാത്രം ഒരു കമ്പനി പ്രൊട്ടക്ട് ചെയ്താൽ മതി. എല്ലാ എൻഡ് യൂസറിൻ്റെയും മെഷീൻ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഒരു വലിയ ചലഞ്ച് വരുന്നത്. ഇപ്പോൾ ഒരു 100 യൂസേഴ്സ്, അവർക്കെല്ലാം സെപ്പറേറ്റ് മെഷീൻസ് ഉണ്ട്, ലാപ്ടോപ്സോ കമ്പ്യൂട്ടേഴ്സോ, അങ്ങനെ വെക്കുമ്പോൾ അത് ഡാറ്റ ലൂസ് ചെയ്യാൻ കൂടുതൽ ചാൻസസ് വരും.
അത് അവർ അറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കില്ല, അറിയാതെ തന്നെ അവരുടെ വർക്ക് ലാപ്ടോപ്പിൽ അവർ വേറെ എന്തെങ്കിലും ഒരു മാൽവെയർ ഇട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാലിഷ്യസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇട്ടു, അതുവഴി ലീക്ക് ആവാം. അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് കാരണം അവർ വേറെ ആർക്കെങ്കിലും അത് യൂസ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ പല സോഴ്സ് ഓഫ് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എല്ലാ ഡേറ്റയും നമ്മൾ സെൻട്രലൈസ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം, അതുമാത്രമല്ല അത് ഓരോ അത് ഏതൊക്കെ യൂസേഴ്സിനെ എങ്ങനെ ആക്സസ് വേണമെന്ന് നമുക്കൊരു ഗ്രാനുലർ കൺട്രോളും കൂടെ ഉള്ള കാരണം നമുക്ക് അങ്ങനത്തെ സിനാരിയോസ് കുറേ സർക്കമെന്റ് ചെയ്യാൻ പറ്റും. ഡെക്നിയോന്റെ ഡിപ്ലോയ് ചെയ്ത ഒരു സിനാരിയോയിൽ കോസ്റ്റ് നമ്മൾ ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ ക്ലയൻസിനെല്ലാം നോക്കുമ്പോൾ. അതായത് ഒരു ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് ഒരു മിനിമം അവരുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഒരു സ്പെക്ക് വെച്ച് കമ്പയർ ചെയ്താൽ പോലും അറൗണ്ട് 60-50% നമ്മൾക്ക് റിഡക്ഷൻ വരും ഈ ഡെക്നിയോ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ. അത് ജസ്റ്റ് ഇനീഷ്യൽ ക്യാപിറ്റൽ പർച്ചേസിങ് നോക്കുമ്പോഴാണ്, ഇനീഷ്യൽ പർച്ചേസിങ് കോസ്റ്റ് നോക്കുമ്പോഴാണ് അത്രയും റിഡക്ഷൻ വരുന്നത്. പിന്നെ ഡൗൺ ദ ലൈൻ അത് ഉപയോഗിക്കുവാണെങ്കിൽ പോലും ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ പവർ കൺസംഷൻ, മെയിൻ്റനൻസ് കോസ്റ്റ് ഇതെല്ലാം കുറവായിരിക്കും. അതുപോലെ പവർ ബാക്കപ്പ് വെക്കുന്നുണ്ടെങ്കിൽ സാധാ കമ്പ്യൂട്ടേഴ്സിന് ഭയങ്കര പവർ റിക്വയർമെൻ്റ് ആയ കാരണം പവർ ബാക്കപ്പ് വെക്കുമ്പോഴും അതുപോലെ ഇൻക്രീസ് ചെയ്യണം. ഡെക്നിയോൻ്റെ ഒരു സിനാരിയോ വരുമ്പോൾ അധികം പവർ ഡ്രോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പവർ ബാക്കപ്പ് അതിന് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസ് വരത്തില്ല. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ പർച്ചേസിങ് കോസ്റ്റ് മാത്രമല്ല, ഓവറോൾ നമ്മളൊരു ഡെക്നിയോടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും സിനാരിയോയിലും അതിന് കോസ്റ്റ് കുറവാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്നും തന്നെ ഡൗൺ ടൈം വരത്തില്ല. അങ്ങനെ കോസ്റ്റ് കുറയുന്നത് ഒരു ജനറൽ പാറ്റേൺ ആണ് നമ്മുടെ ഈ ഡെക്നിയോ യൂസ് ചെയ്യുമ്പോൾ.